പേരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24 സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരുമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്ത് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും പെൺസുഹൃത്തിനെയും അതിക്രൂരമായി ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ മറ്റു 3 പേരോട് തനിക്ക് അടങ്ങാത്ത പകയായിരുന്നെന്നുമാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അഫാനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സജിത ബീഗം എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡി അപേക്ഷ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ്റെ റിപ്പോർട്ട് കേട്ടതിൻ്റെ ഒരു നടുക്കത്തിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്തതിലേക്ക് പോകാൻ. ഈ ക്രൂരമായ കൊലപാതകങ്ങളിൽ ഈ 3, ആദ്യത്തേതിൽ പിതൃമാതാവിൻ്റെ കേസിൽ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി പകയോടെ കൊലപ്പെടുത്തിയ 2 പേരുടെ കാര്യത്തിലാണ് അടുത്ത തെളിവെടുപ്പ്. അതിനായുള്ള കസ്റ്റഡി അപേക്ഷയാണ് നടക്കുന്നത്. ആ വിഷയത്തിലൊക്കെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? എന്തായാലും പൂർണ്ണമായും സാമ്പത്തിക ബാധ്യത മൂലമുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമൂലമുണ്ടായ സംഘർഷമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന പൂർണ്ണമായ നിഗമനത്തിൽ പോലീസ് എത്തിക്കഴിഞ്ഞു. ശ്രീജ, വൻ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ അടിസ്ഥാനം എന്ന കാര്യം പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ബാധ്യതകൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് നൽകാനുള്ളത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കുടുംബത്തിന് വൻതുക കടമായി നൽകിയ ചില പലിശക്കാരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് 10,000 രൂപ അടുത്ത് ഈ ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പലിശ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മീറ്റർ പലിശയാണ് ഇവർക്ക് നൽകേണ്ടി വന്നിരുന്നത്. അങ്ങനെ വൻ തുകകളാണ് ഏതാനും വ്യക്തികളിൽ നിന്നായി
കടമായി വാങ്ങിയിരുന്നത്. ഇത് തിരികെ കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. പിതാവിനോട് ഇങ്ങനെയൊരു പണം കടം വാങ്ങിച്ച കാര്യം പറയാനും കഴിയില്ല. ഇങ്ങനെയൊരു സ്ഥിതിയിലായിരുന്നു അവർ പൊക്കോണ്ടിരുന്നത്. 2 സാധ്യതകൾ മാത്രമായിരുന്നു മുമ്പിലുള്ളത്. അതിലൊന്ന് ആത്മഹത്യയായിരുന്നു, മറ്റൊന്ന് ഇപ്പോൾ നടത്തിയ കൂട്ടക്കൊലപാതകം. ഇതല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ഉമ്മ തയ്യാറാകില്ല എന്ന് ഉറപ്പായതോടെ ഈ കൂട്ടക്കൊലപാതകത്തിന് താൻ മുതിർന്നത് എന്നാണ് അഫാൻ അന്വേഷണ സംഘത്തോട് പല ആവർത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത്. അതിനിടയിൽ നമ്മൾ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന അത്യന്തം വേദനയുളവാക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ കൊലപാതകത്തിന് മുൻപ് ആരെയാണോ കൊന്നില്ലാതാക്കിയത് അവരോട് അഫാൻ നടത്തിയ സംഭാഷണങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പേരമലയിലെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു. വീടിനുള്ളിൽ ഏതാണ്ട് 3/4 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ് നടന്നു. അവിടെ വെച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ആറ്റിങ്ങൽ DVSP ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്തായിരുന്നു ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ, ഫെബ്രുവരി 24-ാം തീയതി തിങ്കളാഴ്ച എന്താണ് പേരമലയിലെ വീട്ടിൽ വെച്ച് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പ്രതി വിശദീകരിച്ചത്. അതിനിടയിലാണ് ഏറെ സ്നേഹിച്ചിരുന്ന അനുജനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് തലക്കടിച്ച് പിടഞ്ഞു വീഴുമ്പോഴും അവൻ ഇക്ക എന്ന് വിളിച്ചുകൊണ്ടാണ് വീണിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനസാക്ഷിയുള്ള ആരെയും അത് ഉലച്ചു കളയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ ബാധ്യതയിൽ നിന്ന് മുക്തി നേടാൻ ഒരു വഴിയുമില്ലാതെ വന്നതുകൊണ്ട് ഇങ്ങനെയൊരു കൊടും കൃത്യത്തിന് താൻ തയ്യാറെടുക്കുകയായിരുന്നെന്നും താനും ജീവിച്ചിരിക്കില്ലെന്നും പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുമൊക്കെയാണ് അഫാനും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷജിദ ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് ആദ്യം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. തെളിവെടുപ്പിനടക്കം അവിടേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. പേരമലയിൽ എത്തിച്ചതുപോലെ ഒരു അല്ലെങ്കിൽ പാങ്ങോടോ എത്തിച്ച ഒരു സാഹചര്യമായിരിക്കില്ല ലത്തീഫിന്റെ വീടിന്റെ പരിസരത്തേക്ക് എത്തിക്കുമ്പോൾ. ചുള്ളാടത്തെ വലിയ തരത്തിൽ ജനരോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവിടേക്ക് അഫാനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് പിന്നാലെ ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്.